വയനാട്ടിൽ ഒടുവിൽ പ്രിയങ്ക ഗാന്ധി തന്നെ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളതാണ്. മണ്ഡലത്തിൽ രാഹുൽ ഉയർത്തിയ കൂറ്റൻ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി മറികടക്കുമോ എന്നാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൂടെ പ്രതിപക്ഷ പാളയം ആരെ എതിർ സ്ഥാനാർത്ഥിയായി നിർത്തി മത്സരിപ്പിക്കുമെന്നും ആലോചിക്കുന്നുണ്ട്. അതേസമയം പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിക്ക് പുതിയ കരുത്ത് പകരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തുവരുന്നത്. പ്രിയങ്കയുടെ കന്നി അംഗത്വത്തോടെ ഗാന്ധി കുടുംബത്തിന്റെ മണ്ഡലമാവുകയാണ് വയനാട് മണ്ഡലത്തിലെ മുക്കത്ത് നിന്ന് ഷിത ജഗത്ത് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ഹരിമോഹനും സജു തോമസും അടക്കമുള്ള റിപ്പോർട്ടർമാരുമുണ്ട്. വിവരങ്ങൾ നൽകാനായി ആദ്യം നമുക്ക് ഷിത ജഗത്തിലേക്ക് പോകാം. ഷിത, ഈ വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിയുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ നമുക്ക് തീർച്ചയായിരുന്നു അദ്ദേഹം ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ. പക്ഷേ പകരം ആര് എന്നൊരു ചോദ്യത്തിന് പ്രിയങ്ക ഗാന്ധി എന്നുള്ള ഉത്തരം നേരത്തെ തന്നെ ഇങ്ങനെ ഒരു റൂമറായി എയറിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പക്ഷേ വ്യക്തിപരമായി ഞാൻ അത് വിശ്വസിച്ചിരുന്നില്ല. കാരണം പാർലമെന്റ് രംഗത്തേക്ക് ഇറങ്ങാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രിയങ്ക ഗാന്ധിക്ക് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായെങ്കിലും അവർ അതിന് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അപ്പോഴും ഒരു സംശയം നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ എല്ലാ സസ്പെൻസുകൾക്കും വിട നൽകി പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ ഒരുങ്ങുന്നു. വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതികരണമാണുള്ളത്? ഭൂരിപക്ഷം ഏറ്റവും ഉയർത്താൻ കഴിയുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് ഇപ്പോൾ നോക്കി നിൽക്കുന്ന കാര്യം. ജിൽസി, ഗുഡ് മോർണിംഗ്. ജിൽസി പറഞ്ഞതുപോലുള്ള ഒരു അഭിപ്രായമല്ലോ കേട്ടോ എനിക്കുള്ളത്. കാരണം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്നേക്കുമെന്നുള്ളൊരു സംശയം വരാൻ കാരണം രാഹുൽ ഗാന്ധി വിജയത്തിന് ശേഷം ആളുകളോട് ഒരു നന്ദി പറയാൻ വേണ്ടി, വയനാട്ടിലെ ജനതയോട് നന്ദി പറയാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വയനാട്ടിനും റായ്ബറേലിക്കും മധുരം പകരുന്ന ഒരു തീരുമാനം, രണ്ട് കൂട്ടർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു തീരുമാനം എടുക്കുമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും ഒരുപക്ഷെ വയനാട്ടിലേക്ക് എത്തുക എന്നുള്ളത് പ്രതീക്ഷിച്ചതാണ്. അതുപോലെ തന്നെ ഇന്നലെ തീരുമാനം വന്നിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇനി അവിടെ വയനാട്ടിലെ ആളുകൾ പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിലേക്ക് അയക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കിപ്പോൾ കാണുന്ന ഒരു ഫ്ലെക്സ്, ഞാൻ മുക്കത്താണുള്ളത്. മുക്കം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണെങ്കിൽ പോലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ടതാണ്. ഉരുക്കു വനിത പ്രിയങ്കയ്ക്ക് വയനാട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് തീരുമാനം എത്തിയെങ്കിൽ പോലും ഫ്ലെക്സ് ഒക്കെ ഇവിടെ റെഡിയായി, കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. എന്തായാലും നിങ്ങൾക്കൊക്കെ വലിയൊരു സന്തോഷമുള്ള തീരുമാനമാണോ? വലിയ സന്തോഷമുള്ള തീരുമാനമാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന തീരുമാനമാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നല്ലോ, രണ്ട് മണ്ഡലത്തെയും സന്തോഷിപ്പിക്കുന്ന തീരുമാനം വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ. പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടുന്ന് വിട്ടുപോരുതായിരുന്നു ഞങ്ങൾ ആഗ്രഹം. പക്ഷെ പോകേണ്ട നിർബന്ധിത സാഹചര്യത്തിൽ പ്രിയങ്ക വന്നത് വലിയ സന്തോഷമാണ്. വലിയ മൃഗീയ ഭൂരിപക്ഷത്തിന് പ്രിയങ്കയെ ഇവിടുന്ന് പാർലമെന്റിലേക്ക് അയക്കും. രാഹുൽ ഗാന്ധി ആദ്യം വന്ന സമയത്ത് ഇതേപോലെ ആയിരുന്നു. വയനാട്ടിലെ ആളുകൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം പ്രിയങ്ക എത്തുന്നത് അവരുടെ ഒരു കന്നി അംഗത്തിനും കൂടി ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയാണ്. ഇന്ദിരാഗാന്ധിയെ ഓർത്തുകൊണ്ട് അതിലും വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഇവിടുന്ന് വയനാട്ടിലെ ജനങ്ങൾ പറഞ്ഞയക്കും. ഗാന്ധി കുടുംബം വയനാടിനെ ഹൃദയത്തോട് ചേർത്തതിന്റെ പ്രത്യുപകാരമായിട്ട് വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിയെ ഇവിടുന്ന് തെരഞ്ഞെടുത്തയക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇവിടെ ഒരു പ്രതിപക്ഷ വിമർശനം എന്ന് പറയുന്നത്, മറ്റു പാർട്ടികളുടെ ഒരു വിമർശനം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നത് അവരോടുള്ള ഒരു ചതിയായി പോയി എന്നുള്ളതാണ്. കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, അത് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ UP-യിലെ പോലത്തെ ഒരു സ്ഥലത്ത് മത്സരിച്ച് ഒരുപക്ഷെ വയനാട് കിട്ടിയേക്കാട്ടിലും കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് റായ്ബറേലിയിൽ അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ UP-യിൽ അടുത്ത് തന്നെ നിയമസഭാ ഇലക്ഷനും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും വലിയ കൂട്ടായ്മയോടുകൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി വരിക എന്ന് പറയുമ്പോൾ നെഹ്റു കുടുംബം എത്രത്തോളം ഈ മണ്ഡലത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ മണ്ഡലത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി അയച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ, കാരണം ആദ്യമായിട്ട് പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തേക്ക് വരുമ്പോൾ അത് വയനാട്ടിലേക്കാണ് വരുന്നത്, നമ്മുടെ മണ്ഡലത്തിലേക്കാണ് വരുന്നത് എന്നുള്ളൊരു ആവേശം, അതിനൊരു സന്തോഷം കൂടെ ഉണ്ടോ? വളരെയധികം സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഒരു ഉരുക്കു വനിത, കാരണം ഇന്ദിരാജിയെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ദിരാജിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇന്ദിരാജിയാണ് പ്രിയങ്ക ഗാന്ധിയിലൂടെ ഞങ്ങളെല്ലാം പ്രത്യേകിച്ച് വയനാട്ടുകാർ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ മുന്നണി ഒരുമിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒരുപക്ഷെ മത്സരരംഗത്തേക്ക് വരുന്ന ഇടതുപക്ഷത്തിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുവാൻ അവർ സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി സജീവമായിട്ട് അവരും ഒരുമിച്ച് രംഗത്തിറങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ഇത് വന്നപ്പോൾ, പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ തന്നെ നിങ്ങൾ ആവേശത്തിലാണ്, സന്തോഷമാണ്. ഞങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഗാന്ധി കുടുംബത്തിൽ ഞങ്ങളെ മണ്ഡലത്തിൽ രാഹുൽ കുടുംബത്തിൽ ഒരാൾ വേണമെന്നുള്ള ഞങ്ങൾക്ക് സന്തോഷത്തിലാണ് ആ കാര്യത്തിൽ. ഒരു വോട്ട് കൂടെ ചെയ്യേണ്ടി വരുന്നുണ്ട്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അതൊരു സന്തോഷം കൂടെയാണല്ലോ. രാഹുൽ ഗാന്ധി കുടുംബത്തിലേക്ക് ഒരു വോട്ടും കൂടെ കൊടുക്കാനുള്ള ഒരു സന്തോഷം തന്നെയാണല്ലോ. കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും വലിയ ആവേശത്തിലാണോ? പിന്നെ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകര് പതിവിലേറെ
ഒരു സന്തോഷത്തിലും ആവേശത്തിലുമാണ്. കാരണം രാഹുൽ ഗാന്ധി രണ്ടാമത്തെ തവണ വയനാട്ടിൽ മത്സരിച്ചു, വിജയിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ സഹോദരി ഗാന്ധി കുടുംബത്തിലെ അംഗം പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ആവേശത്തിലാണ്. അടുത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിയെ പോലെ തന്നെയുള്ള ഭൂരിപക്ഷം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഒരിക്കലും വയനാട്ടിന് അപരിചിതത്വം ഉള്ള ഒരു മുഖമല്ല. കാരണം രാഹുൽ ഗാന്ധി വന്ന സമയത്ത് അവരിവിടെ വരുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്നിട്ടുണ്ട്, അല്ലാത്ത സമയത്തൊക്കെ അവരെ നമ്മളിവിടെ കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു പരിചിതമായൊരു നേരിട്ട് പരിചയമുള്ള ഒരു മുഖം കൂടിയാണ്. അതെ, രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ വയനാടിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നിയോജകമണ്ഡലത്തിലും എല്ലാം രാഹുൽ ഗാന്ധിക്ക് ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും വന്നിട്ടുണ്ട്. ആളുകളുമായിട്ട് സംവദിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം പ്രിയങ്ക ഗാന്ധിയെ പ്രത്യേകിച്ച് എടുത്ത് വയനാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യം നിലവിലില്ല. അപ്പൊ അതാണ് എല്ലാവർക്കും വലിയ സന്തോഷമുള്ള ഒരു തീരുമാനമാണ്. ഫ്ലെക്സ് ഒക്കെ ഇന്നലെ തന്നെ തീരുമാനം കാത്തിരിക്കുകയായിരുന്നു. തീരുമാനത്തിലേറെ ഞങ്ങളുടെ മനസ്സിൽ പ്രിയങ്ക വരണം എന്നായിരുന്നു. പ്രിയങ്കയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, അതിൽ ആ വയനാട് തെരഞ്ഞെടുപ്പിൽ അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഗരീബി ഹട്ടാവു എന്നൊരു മുദ്രാവാക്യമായി രാജീവ് ഗാന്ധി ഈ രാജ്യത്ത് വന്ന സമയത്ത് രാജ്യത്ത് പ്രതീക്ഷയായിരുന്നു. അപ്പൊ ഇന്ത്യ മുന്നണി അധികാരം ഏൽക്കുക അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എന്നുള്ളതിന്റെ അതിലേക്ക് ഉപരി വയനാട് പ്രിയങ്ക മത്സരിക്കുന്നതിൽ വളരെ സന്തോഷത്തിലൂടെയാണ് ഈ യുവജനങ്ങളും ഈ തീരുമാനത്തെ, കോൺഗ്രസ് പാർട്ടി തീരുമാനത്തെ കാണുന്നത്. എത്രയായിരിക്കും ഭൂരിപക്ഷം? ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏകദേശം ഒരു 5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അതിൽ കൂടുതൽ കൊടുക്കും ഷുവർ, ഒരു സംശയമില്ലല്ലോ. കാരണം വെച്ചാൽ ഇവിടുത്തെ സ്ത്രീകളെ വോട്ടുകൾ ഏകീകരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ വലിയ സന്തോഷം ഉണ്ടെന്ന് തോന്നുന്നു മുഖത്തൊക്കെ കണ്ടപ്പോ. വലിയ സന്തോഷത്തിലാണ്. കാരണം രാഹുൽ ഗാന്ധി മണ്ഡലം ഉപേക്ഷിക്കുമെന്ന സൂചന കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രമാണിത്. ഒരു പേര് ഇതേ ഉണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സന്തോഷം, വലിയ സന്തോഷത്തിലാണ് പ്രവർത്തകരൊക്കെ. എന്നാലും ജിൽസി, ഇവിടെയുള്ള ആളുകൾക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം തന്നെ വലിയ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ മുക്കത്തെ ഓഫീസിന് മുന്നിലാണ്. ഇതാണ് മുക്കത്തുള്ള കാരശ്ശേരി പഞ്ചായത്തിന്റെ ഓഫീസിന് സമീപത്ത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് നിലനിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇനി പ്രിയങ്ക ഗാന്ധിയുടെ MP-യുടെ ഓഫീസ് എന്ന് പേര് മാറ്റുമോ എന്നുള്ളത് മാത്രമാണ് നമുക്കിനി നോക്കാനുള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധി 2019 വയനാട്ടിലേക്ക് വരുന്നത് തന്നെ അന്നത്തെ ഒരു BJP-യുടെ ഒരു തേരോട്ടത്തിനൊടുവിൽ ഒരു സുരക്ഷിത മണ്ഡലം എന്നുള്ള രീതിയിലായിരുന്നു. വയനാട്ടുകാർ രാഹുൽ ഗാന്ധിയെ കൈവിട്ടില്ല. വലിയ ഭൂരിപക്ഷത്തോടെ അവരുടെ സ്നേഹം മുഴുവൻ നൽകുകയും ചെയ്തു. 2024 തെരഞ്ഞെടുപ്പിലും അതേ സ്നേഹം അവർ പങ്കുവയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞിരുന്നതും ആ കാര്യമാണ്. തനിക്ക് ഇവിടെ നിന്ന് വിട്ടുപോകാൻ ഒരു താല്പര്യവുമില്ല. കാരണം തന്നെ അത്രത്തോളം സ്നേഹിച്ച ആളുകാരാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ പല പ്രതിസന്ധി കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു. ആ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ ചേർത്ത് പിടിച്ച, തനിക്ക് ഒപ്പം നിന്ന ആളുകളാണ് വയനാട്. അതുകൊണ്ട് തന്നെ വയനാട് വിട പറയുന്നില്ല. MP സ്ഥാനം ഒഴിയുന്നുണ്ടെങ്കിൽ പോലും താൻ വയനാട്ടുകാരോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രിയങ്ക വരുന്നു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പോകും. ഇനി അറിയാനുള്ളത് ആരായിരിക്കും ഇടത് മുന്നണിയുടെ LDF-ന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും, ഒപ്പം NDA-യുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അനിരാജിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചിരുന്നത്. ഇനി പുതിയൊരാൾ വരുമോ എന്നുള്ളതാണ് നോക്കാനുള്ളത്. NDA-ക്ക് ഒരു പക്ഷേ പുതിയൊരു സ്ഥാനാർത്ഥിയാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ജിൽസി.